ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ടക്കറിയാണ്. ആദ്യം നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പില താളിച്ചതിന് ശേഷം ഈ നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് വഴക്കാം. സവാള മാത്രമാണ് ഇടുന്നതെങ്കിൽ ഒരു ഇനിപ്പ്, ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഇത് വരും. അതുകൊണ്ട് ഒരു 10 കുഞ്ഞുള്ളിയും കൂടെ ഇതുപോലെ നീളത്തിനരിഞ്ഞ് നന്നായിട്ട് വഴക്കാം. ഈ വഴക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ആ സമയം കൊണ്ട് നമ്മുടെ കാടമുട്ട ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് വഴക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇടണം. പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴക്കുക. നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്, നല്ല വശന്ന്. അതിലേക്ക് നമ്മുടെ ഇഞ്ചിയല്ല, വെളുത്തുള്ളി കുനുകുന ചതച്ചത് ഞാൻ അരിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ, കല്ല് വെച്ച്. അതോടെ ചേർത്ത് നമ്മുടെ മുട്ട അപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി അത് നമുക്ക് തണുത്ത വെള്ളത്തിലിട്ട് നമുക്കത് തൊലിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കുക. വഴന്ന് വരുമ്പോൾ തന്നെ നമ്മൾ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല വഴന്ന് വരണം. നമുക്ക് ഈ ഒന്ന് കൂട്ടെല്ലാം ഇതായി വരുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളകും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം, നല്ലപോലെ വഴക്കിയെടുക്കണം. നല്ല പോലെ ഒന്ന് വരട്ടി ഇതുപോലെ സെറ്റാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, നമ്മൾ മുട്ടക്കറിയാണ് കേട്ടോ, റോസ്റ്റല്ല, കറിക്കാണ് ഇതാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. നല്ല തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മളൊരു തക്കാളി ജസ്റ്റ് ഒന്ന് ജ്യൂസാക്കി അതും കൂടെ ഒന്ന് അടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തൊലിച്ച് വെച്ചേക്കുന്ന മുട്ടയും കൂടെ, ഞാൻ എല്ലാ മുട്ടയും കറിക്കെടുത്തിട്ട് പിന്നെ ലക്കിക്കുട്ടന് അവിച്ച മുട്ടയാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ മുട്ടയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് മസാല കൂട്ടൊന്നും ഇടാത്ത ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും നമുക്ക് പൂരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരിതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു ഗൈസ്.